വലിയ ഗാർഡൻ ഒന്നുമല്ലെങ്കിലും നമുക്ക് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ടെറസ് ഗാർഡൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെയാണ്. ഞാൻ എൻ്റെ ദിവസം കൂടുതലും ചിലവഴിക്കുന്നത്. വലിയ അത്ഭുതങ്ങളൊന്നുമല്ലെങ്കിലും ഇതിലെ ഓരോ ചെടിയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഇതാണ് എൻ്റെ ടെറസ് ഗാർഡൻ. ഇത് 2ാം നിലയുടെ മുകളിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിയാണല്ലേ ചെയ്യാറ്. ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ പൂക്കളുള്ള റോസയും ബൊഗെയിൻ വില്ലാസും ഒക്കെയാണ് നിൽക്കുന്നത്. വളരെ കുറച്ച് മാത്രം പച്ചക്കറികളുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഈ ഒരു സൈഡ് കംപ്ലീറ്റ് റോസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയോളം റോസ് തന്നെയാണ് നിൽക്കുന്നത്. താഴത്ത് നിൽക്കുന്നതെല്ലാം നാടൻ റോസാണ് കേട്ടോ. ഇതെനിക്ക് ഓരോരുത്തരായിട്ട് തന്നതാണ്. ഇത് എൻ്റെ നെയ്ബറായ സജ്ജന തന്നതാണ് കേട്ടോ. ഇത് ആദ്യമേ ഉണങ്ങിപ്പോയായിരുന്നു, പിന്നെ അതിൽ നിന്നും കിളിർത്ത് പൊട്ടി വന്നതാണ്. പിന്നെ അതേപോലെ ഇപ്പുറത്തിരിക്കുന്ന വൈറ്റ് അത് ഉമ്മച്ചി തന്നതാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച റോസാണ് കേട്ടോ. ആദ്യം താഴെയാണ് ഞാൻ ഇത് വെച്ചത്. താഴെ ഇരുന്നപ്പോൾ അത്ര ഹെൽത്തി അല്ലാണ്ട് തോന്നിയത് കൊണ്ട് ഞാൻ മുകളിൽ വെച്ചതാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൂക്കൾ ഇടുന്നുണ്ട്, നല്ല ഗ്രോത്തും ഉണ്ട് കേട്ടോ. ഈ ഒരു റോസ് നോക്കിയേ, കണ്ട വള്ളിച്ചെടി പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ലെങ്ത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ ലെങ്ത്ത് വെച്ച് പോണ കണ്ടപ്പോൾ ഓർത്തു കാട്ടു റോസ് ആയിരിക്കുമെന്ന്. സാധാരണ രീതിയിൽ കാട്ടു റോസ് ആണല്ലോ ഇങ്ങനെ വരാറ്. പക്ഷേ അതിൻ്റെ അറ്റത്തൊരു മുട്ടുണ്ടായി, ആ മുട്ട് വിരിയുകയും ചെയ്തു. അപ്പൊ പിന്നെ ഉറപ്പിച്ചു ഇത് കാട്ടു റോസ് അല്ല എന്നുള്ളത്. ഇതിങ്ങനെ പടർന്നു പോകുന്ന റോസാണെന്ന്. ഇതാണ് കേട്ടോ അതിന്റെ ഫ്ലവർ വരുന്നത്. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഇനി അടുത്തൊരെണ്ണം ഇതേപോലെ വൈറ്റും പിങ്കും കോമ്പിനേഷനാണ് കേട്ടോ. ഇത് കൊഴിഞ്ഞു. ഇതിന്റെ അപ്പുറത്ത് തന്നെ അടുത്ത മുട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വിരിയാനായിട്ട്. എൻ്റെ ചെടികളിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ റോസിനൊന്ന് കൈകാര്യം ചെയ്യാനാണ് കേട്ടോ. നമ്മളെപ്പോഴും റോസിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ റോസ് പെട്ടെന്ന് ചീത്തയായി പോവും. ബാക്കിയുള്ള ചെടികളൊന്നും അത്ര പ്രശ്നക്കാരല്ല. റോസിന് കറക്റ്റായിട്ട് നമ്മൾ വളവും പ്രൂണിങ്ങും ഒക്കെ കൊടുക്കണം. ഇനി ആ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ബൊഗെയിൻ വില്ലാസാണ്. ചില ബൊഗെയിൻ വില്ലാസ് പൂ കൊഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ചിലതിൽ ഇപ്പോഴും പൂക്കളുണ്ട്. നോക്കി, പുതിയ പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമ്മളുടെ ചെത്തി നിൽക്കുന്നുണ്ട്. അത് മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, അത്യാവശ്യം നല്ലോണം പൂക്കളൊക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ 2 ബൊഗെയിൻ വില്ലാസിൻ്റെ നടുക്കായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു സൈഡിൽ നല്ലപോലെ വെയിൽ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് കണ്ടില്ലേ, പൂക്കളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ബൊഗെയിൻ വില്ലയാണ് എൻ്റെ ഫേവറേറ്റ് ബൊഗെയിൻ വില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫ് കണ്ടോ, വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. അതുപോലെ തന്നെ ഫ്ലവറും വൈറ്റും ഈ ഒരു ലൈറ്റ് പേർപ്പിളും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൊഗെയിൻ വില്ലയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തും വേറൊരു ബൊഗെയിൻ വില്ല നിൽക്കുന്നുണ്ട്. അത് പൂക്കളൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ തന്നു വിട്ടതാണ് കേട്ടോ. മുള്ളാത്തയാണ്. അങ്ങനെ തന്നപ്പോൾ ഞാനൊരു ഡ്രമ്മിലേക്കായിട്ട് അതങ്ങോട്ട് ഇറക്കി വെച്ചു എന്നേ ഉള്ളൂ. ഡ്രമ്മിൻ്റെ പുറകിലിരിക്കുന്ന ചട്ടികളിലെല്ലാം തന്നെ ബൊഗെയിൻ വില്ലയാണ്. എല്ലാം നാടൻ ബൊഗെയിൻ വില്ലയാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചത് ഹൈബ്രിഡ് ആണേ. പീനട്ട് ബട്ടർ ആണ് കേട്ടോ. നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ കായ അങ്ങോട്ട് പിടിക്കുന്നില്ല. അതും ഇതേപോലെ ഡ്രമ്മിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പകുതിയോളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റാൻഡിൽ ഇരിക്കുന്നതും താഴെ ഇരിക്കുന്നതുമായിട്ടുള്ള ചെടികളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു കറ്റാർ വാഴ നട്ടു കൊടുക്കുന്നത്. അതാണ് കേട്ടോ താഴെ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഇരിക്കുന്നതും ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. ബൊഗെയിൻ വില്ലാസിൽ ചിലതിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞ് അടുത്ത പൂക്കൾ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പൂക്കളില്ലാത്തത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ബൊഗെയിൻ വില്ല ഉണ്ടല്ലോ, ഇപ്പുറത്ത് കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും ഒരു കട്ടിങ്സ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒരൊറ്റ കട്ടിങ്സേ ഞാൻ വെച്ചോളൂ. അത് നല്ല രീതിക്ക് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫും ഫ്ലവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി
ഇത് നമ്മളുടെ നാടൻ റോസ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് ഈ ഒരു റോസ്. ആദ്യം നല്ല രീതിക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് പിടിക്കാണ്ടായിപ്പോയി. പിന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ടും എനിക്ക് പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുകളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് നല്ല രീതിക്ക് തന്നെ പൂവും മുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്. അതാണ് ഞാൻ കൂടുതലും ബൊഗെയിൻ വില്ലാസിനെ റോസിനെയും മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. കാരണം നല്ല രീതിക്ക് തന്നെ ഫ്ലവറിങ് ഇവിടെ വെക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ 2 കളേഴ്സ് ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരു ക്രീമും റെഡും ആണ് ഉള്ളത്. റെഡാണ് നല്ല ഗ്രോത്ത് ആയിട്ട് പോയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു ക്രീം കിട്ടിയത്. അപ്പോൾ ഇതിങ്ങനെ വള്ളി പോലെ നല്ല ഭംഗിയാണ് കേട്ടോ. ചില വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന കാണാം, നല്ല ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു സ്ലാബിൻ്റെ മുകളിലായിരുന്നു ഞാൻ ചെടി വെച്ചിരുന്നത്. പിന്നെ ആ ഒരു നല്ലൊരു കാറ്റൊക്കെ വന്നല്ലോ, അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷമാണ് ഈ ചെടികളൊക്കെ ഞാൻ താഴത്തേക്ക് ഇറക്കിയത്. അപ്പോൾ ഇവിടെ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്ത് അതൊന്ന് ഹൈറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വൈറ്റ് ബൊഗെയിൻവില്ലയാണ്. അതിലും നല്ലപോലെ പൂക്കളായി വരുന്നുണ്ട്. ഈ ബൊഗെയിൻവില്ലയെ ടോർച്ച് ബൊഗെയിൻവില്ല എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത്. ഇതേപോലെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ഒരു ചട്ടിയിൽ 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതും സജന തന്നതാണ്. സജന തന്നതിന് ശേഷം ഞാൻ ഇതേപോലെ നിറച്ച് ചട്ടിയിൽ കുത്തിവെച്ചു. അപ്പോൾ ഇത് രണ്ടും പിടിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടില്ല കേട്ടോ ചട്ടിയിൽ നിന്നും. അപ്പോൾ 2 കളറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാ കാണാനായിട്ട്. ഇതിൻ്റെ ലീഫ് ആണെങ്കിലും ഫ്ലവർ ആണെങ്കിലും ഭയങ്കര തിക്കായിട്ട് ഉണ്ടാവുന്നത്. പിന്നെ അതുമാത്രമല്ല നല്ല രീതിക്ക് തന്നെ മുള്ളുണ്ട് കേട്ടോ ഇതുമ്മ. പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. നല്ലൊരു പിങ്ക് ഫ്ലവറൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നട്ടു കൊടുക്കുന്നതിൻ്റെ വീഡിയോ. അതും നല്ല രീതിക്ക് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു സ്ലാബും വെച്ചപ്പോൾ നല്ല രീതിക്ക് തന്നെ ഫ്ലവറിങ് ഉണ്ടായിരുന്നേ. താഴത്തേക്ക് ഇറക്കി വെച്ചപ്പോൾ അത്ര ഗ്രോത്ത് ഒന്നുമില്ല, പക്ഷെ ഇലകൾ നല്ലപോലെ വളർന്നു വരുന്നുണ്ട്. ഇത് ഒരു സീസണിങ് പ്ലാന്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഇപ്പുറത്ത് നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. എങ്കിലും ആ ഒരു ഭംഗി കിട്ടുന്നില്ല. ഈ നിൽക്കുന്നത് നിശാഗന്ധി. ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരു ഫ്ലവറിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൽ നിന്നൊരു കട്ടിങ്സ് മുറിഞ്ഞു പോയപ്പോൾ ഞാൻ താഴെ എടുത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്ത് നല്ല ഭംഗിക്ക് തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡ് ഞാൻ ചെടികൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീട് കംപ്ലീറ്റ്ലി ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് വെയിൽ കിട്ടുകയുള്ളൂ. കൂടുതൽ ചെടികളും മേളിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് സ്ഥലം വളരെ കുറവാണ്. ആ ഒരു കാണുന്ന കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇഞ്ചിയും വിക്സ് തുളസിയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. കുരുമുളക് ഉണ്ട്. കുരുമുളക് പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് തന്നെ മുല്ലയും നിൽക്കുന്നുണ്ട്. മുല്ലയും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 3 അടുക്കുള്ള മുല്ലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികളാണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് പൈനാപ്പിളിൻ്റെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. ഞാൻ വെറുതെ കൊണ്ടുവന്നൊന്ന് വാങ്ങിച്ചതിന് ശേഷം ഒന്ന് കുത്തിവെച്ചാണേ. അതിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറിച്ചായിരുന്നേ. പിന്നെ കഴിഞ്ഞ ദിവസം നട്ട് കൊടുത്ത പുതിനയില കിളിർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ലപോലെ കിളിർത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 4 എണ്ണമൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ കാന്താരി മുളകിൻ്റെ വിത്ത് പാകിയായിരുന്നില്ലേ, അതും കിളിർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന ഒരു ചെടി അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല. ഭയങ്കര ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തന്നപ്പോൾ അത് നട്ടുവെച്ചാണ്. അത് നല്ല രീതിക്ക് തന്നെ പടർന്ന് വന്നിട്ടുണ്ട്. എന്തോ ഒറ്റമൂലി എന്തോ ആണ് കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല, പേര് മറന്നുപോയി. പിന്നെ നമ്മളുടെ വഴുതനയും വേപ്പിലയൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വഴുതന നമ്മൾ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേപ്പിലയും നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ കീടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മുകളിൽ ചെടികൾ വെക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ചെടികൾ നിന്നോളൂ കേട്ടോ. പുഴുക്കുത്തലോ അതേപോലെ വെള്ളീച്ചയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മൾ മേളിൽ ചെടി വെക്കുമ്പോൾ. കണ്ടോ, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ എനിക്ക്. എത്ര തിരക്കാണെങ്കിൽ പോലും മുകളിൽ ഞാൻ ചെടി നനക്കാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.